ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഈ പൈനാപ്പിൾ, ഒരു മുറി പൈനാപ്പിൾ ഉണ്ട്. ഇതുകൊണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഇതാ കട്ട് ചെയ്തെടുത്തു. ഒരു ജാറെടുത്തു. ഇതിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാരയൊന്നും ഇടണില്ല. അങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കണം, ജ്യൂസാക്കി എടുക്കണം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതാ അങ്ങനെ 1.5 കപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് ഇതാ ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ഇതാ ഈ നെയ്യൊന്ന് മെൽറ്റായിട്ട് വരട്ടി ഇതാ ഈ പൊടിച്ച തേങ്ങ ഇതിലിട്ട് കൊടുക്കണം. ഇതൊന്ന് നെയ്യിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു 3/4 കപ്പ് റവ, വറുത്ത റവയാണ്. ഇത് അതിലോട്ട് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തു. ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. ഇതിലോട്ട് ഞാൻ റവ കൊട്ടി കൊടുക്കുന്നുണ്ട് കുറേശ്ശെയായിട്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കുറച്ചിങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയായാലും മതി കേട്ടോ. ഇതാ അങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാകുമ്പോൾ മതി, നമുക്ക് ഓഫ് ചെയ്യാം. ഇതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. ഇതൊക്കെ കൊട്ടി എന്നിട്ട് എല്ലാവരുടെയും ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ടിട്ട് ഇതിനൊന്ന് ആറണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ആ പൈനാപ്പിളിൻ്റെ മണവും തേങ്ങയുടെ ടേസ്റ്റും ആ നെയ്യിനൊക്കെ കൂടി ചേരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിപ്പോൾ നന്നായി ആറി വന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി.